ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന 36 ഡോക്ടേഴ്സിനെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 36 ഡോക്ടേഴ്സിനെ ഡിസ്മിസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ലീവ് അല്ലെങ്കിൽ ആബ്സെന്റ് ആയതുകൊണ്ടാണ് ഇവരെ ഡിസ്മിസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 17ഓളം ഡോക്ടേഴ്സിന്റെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇത് കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് വലിയൊരു വീഴ്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 600-ൽ കൂടുതൽ ഡോക്ടേഴ്സ് ഇപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ലീവിലാണ് ഉള്ളത്. ചില ആൾക്കാർ മിസ്സിംഗ് എന്ന് പറയുന്നത്, അതായത് സർവീസിൽ നിന്ന് മിസ്സിംഗ് എന്ന് പറയുന്നത് 2008 മുതൽ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഇതിലുണ്ട്. അതായത് 2008 മുതൽ ഇതുവരെ ആയിട്ടും അവര് മിസ്സിംഗ് ആയതോ ഒന്നും അറിയാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. കാരണം അവരൊക്കെ നമ്മുടെ ജനങ്ങളെ സർവീസ് ചെയ്യേണ്ട ആൾക്കാരായിരുന്നു. ആ ഒരു സർവീസാണ് നമുക്ക് മിസ്സായിട്ടുള്ളത്. ഈ പറഞ്ഞ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ജൂനിയർ ഡോക്ടർ കൺസൾട്ടൻസ് മുതൽ അസിസ്റ്റന്റ് സർജൻ വരെ ഈ ഒരു ലീവിൽ പെട്ടിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ പലരും പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ചില ആൾക്കാർ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ സർവീസ് എന്ന് പറയുന്നത് പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട സർവീസ് ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഡിസ്മിസൽ മാത്രം കൊടുത്താൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. ആൻഡ് 2008 മുതൽ ഇങ്ങോട്ടേക്ക് മിസ്സിംഗ് ആയ ആൾക്കാരുണ്ട്. എന്നിട്ടും ഇപ്പോഴാണ് അവരെ കണ്ടെത്തുന്നത് ഡിപ്പാർട്ട്മെന്റ്. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഎഫിഷ്യൻസി അല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another video. Okay, thank you.